ഹായ് കൂട്ടുകാരെ, ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാർച്ച് 19 ഔസേപ്പിതാവ് മരിച്ച ദിവസമാണ്. ഈശോയുടെ പിതാവായ ഔസേപ്പിതാവിനെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലും ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ ആഘോഷിച്ചു. ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കൊരു കൊച്ചു കപ്പേളയുണ്ട്. ആ കപ്പേളയിൽ ഔസേപ്പിതാവിൻ്റെ രൂപമുണ്ട്. സെന്റ് ജോസഫ് എന്ന ഞങ്ങളുടെ യൂണിറ്റിൽ ഔസേപ്പിതാവിൻ്റെ ഊട്ടുപെരുന്നാൾ ആഘോഷിച്ചു. ബൈബിൾ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത് ഈശോയുടെ മരണത്തിനു മുമ്പ് തന്നെ ഔസേപ്പിതാവ് മരിച്ചു എന്നാണ്. കുരിശുമരണത്തിൻ്റെ സമയത്ത് ജോസഫ് ഇല്ലാതിരുന്നതും യേശു തൻ്റെ അമ്മയെ ഒരാളെ ഏൽപ്പിക്കുന്നതാണ് ഇതിന് പ്രധാന തെളിവായി കണക്കാക്കുന്നത്. എന്തു തന്നെ സംഭവിച്ചാലും ഭൂമിയിലെ ഏറ്റവും ഭാര്യയും മകനുമുള്ള സന്തോഷകരമായ മരണമാണ് ഔസേപ്പിതാവിന് ഉണ്ടായത്. ഔസേപ്പിതാവേ, ഞങ്ങളുടെ മരണവും സന്തോഷകരമാക്കണമേ. ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വാഗതവും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഇതോടൊപ്പം തന്നെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിലേക്ക് നമുക്ക് ഇനി